നമുക്കൊരു അത്യുപേകാംക്ഷ നമുക്ക് ഒരു മൈക്ക് നമുക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നല്ലേ. മൈക്ക് മാത്രമല്ല, എൻ്റെ കൂടെ വേറെ സൗത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ് ഞാൻ എൻ്റെ വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗായ്സ്, നിങ്ങളത് കാണാൻ മറക്കരുത്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളിന്ന് ഈ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എവിഡൻസ് ഒക്കെ നിങ്ങൾക്ക് എൻ്റെ മേത്ത് കാണാൻ സാധിക്കുന്നുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പം ഞാൻ ഈ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഈ മൈക്ക് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അപ്പം എന്താ ഒരു ബ്ലോഗറിൻ്റെ കയ്യിൽ തീർച്ചയായിട്ടും വേണ്ടതാണ് ഒരു മൈക്ക്. പക്ഷേ എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഇതില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ഒരാൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ പറഞ്ഞാൽ കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. യെസ് ഗായ്സ്, അപ്പോൾ ഞാൻ ഭയങ്കര ത്രില്ലായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളതിനെ അറിയിച്ചില്ലല്ലോ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൈക്കിലാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പിട്ട ക്ലിപ്പും ഈ ക്ലിപ്പും തമ്മിലുള്ള സൗണ്ടിന്റെ വ്യത്യാസം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമായിരിക്കും ഗായ്സ്. അപ്പം ഇതുണ്ടല്ലേ, നമ്മുടെ മൈക്ക് ഓൺ ആവുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് തെളിയും. പിന്നെ ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന വാലുണ്ട്, അത് ഫോണിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈക്ക് നമുക്ക് നമ്മുടെ ചെസ്റ്റിൽ നമുക്കിവിടെ പിൻ ചെയ്ത് വെക്കാം. കണ്ടല്ലോ ഗൈസ്. അപ്പൊ നമ്മൾ ഈ മൈക്ക് ഇതിപ്പോ ഓൾറെഡി ഇത് ഓൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ മൈക്കിന്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ, രസമുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ ഗായ്സ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു പാട്ടും കൂടി അങ്ങ് പാടിയേക്കാം അല്ലേ. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണ്ടേ, നമുക്ക് പാട്ടും കൂടി പാടാം ഗായ്സ്. അപ്പൊ ഞാൻ എന്റെ ബുക്കൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാടാം. ലെറ്റ്സ് ഗോ. സ്നേഹിതനേ സ്നേഹിതനേ രഹസ്യ സ്നേഹിതനേ, ചിന്ന ചിന്നതായി കോരി കൈകൾ ചെവിക്കൂട് സ്നേഹിതനേ, ഇതേ അടുത്തും അടുത്തും ഇതേ അടുത്ത് വാഴ്വിനില്ലേ വരെ വീണ്ടും വീണ്ടും വാഴ്വിനില്ലേ വരെ വീണ്ടും വീണ്ടും സ്നേഹിതനേ സ്നേഹിതനേ രഹസ്യ സ്നേഹിതനേ, ചിന്ന ചിന്നതായി കോരി കൈകൾ ഗായ്സ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ മൈക്കിന്റെ ക്വാളിറ്റിയും അപ്പോൾ തന്നെ ഞാൻ പാടിയതും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.